അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില അടുക്കും ചിട്ടയും നല്ലതാണ്. ഈ അടുക്കും ചിട്ടയും കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇബാദത്തുകളിലുള്ള അടുക്കും ചിട്ടകളെക്കുറിച്ചുമാണ്. അതല്ലാതെ വസ്ത്രധാരണ രീതിയോ മറ്റു പാർപ്പിട സൗകര്യത്തിൽ വരുത്തേണ്ട അച്ചടക്കമോ ഒന്നിനെക്കുറിച്ചുമല്ല. ഇത് ഞാൻ പറയുന്നത് ഇബാദത്ത് സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതം നല്ല സന്തോഷത്തിലാവാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? പിന്നെ പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുമൊക്കെ വേണം. അത് നമ്മുടെ വസ്ത്രത്തിലുള്ള അച്ചടക്കത്തിലാണെങ്കിലും നമ്മുടെ പാർപ്പിടത്തിലുള്ള അച്ചടക്കത്തിലാണെങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിലാണെങ്കിലും നമ്മുടെ മക്കളുടെ വിഷയത്തിലാണെങ്കിലും ഇതിലെല്ലാം നമുക്ക് ഒരു അച്ചടക്കവും ഒതുക്കവും ഒക്കെ വേണം. ഇത് ദുനിയാവിൽ ജീവിക്കുന്നതിൻ്റെ ഒരു തത്വമാണ്. അത് നമ്മൾ ദുനിയാവിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു അച്ചടക്കത്തോടു കൂടിയും ഒരു അനുസരണയോടുകൂടിയും നല്ല ഭംഗിയോടുകൂടിയും ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകുക. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ ഭംഗിയെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ശുദ്ധിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അപ്പോൾ നമ്മുടെ ജീവിതം നല്ല ഹൈറിലാകാൻ, അതുപോലെ നല്ല സലാമത്തിലാകാൻ, എല്ലാ കാര്യങ്ങളും മാറി ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാകാൻ നമ്മൾ എന്തു ചെയ്യണം? സുബഹിക്ക് തൊട്ട് മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരം നമ്മൾ എത്ര പേർ നിസ്കരിക്കാറുണ്ട്? ആ സമയത്ത് റബ്ബിനോട് നന്ദി കാണിച്ച് കിടന്നുറങ്ങുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കപ്പെടരുത്. കുടുംബത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത്. പാതിരാത്രിയിൽ അല്ലാഹു തആലയോട് നന്ദിയുള്ള ഒരു മനുഷ്യനിക്ക് ഈ തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മനുഷ്യനിക്ക് ആ സമയത്ത് എണീറ്റ് അള്ളാഹുവിനോട് അവൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനുള്ള ഒരു സന്മനസ് തോന്നുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ എപ്പോഴും പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും നിർവഹിക്കലില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലത് വരണോ, അതുപോലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണോ എങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ പരിശുദ്ധമാക്കപ്പെട്ട ആ തഹജ്ജുദ് നിസ്കാരം. പിന്നെ ഫർളായിട്ടുള്ള 5 വക്ത് നിസ്കാരം നിങ്ങൾ എല്ലാ വക്തും അതിൻ്റെ സമയത്ത് നിങ്ങൾ നിസ്കരിച്ചിരിക്കണം. അതായത് സമയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിച്ചിരിക്കണം. ഇതാണ് ഒരു ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും എന്നൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ നിസ്കരിച്ചാൽ അവനിക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അവന് ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പിന്നെ പറയേണ്ടതില്ല. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. നിസ്കാരം അവൻ പിന്തിപ്പിക്കാൻ പാടില്ല. പിന്തിപ്പിച്ച് അവൻ മരണപ്പെട്ടു പോയാൽ അവൻ അതിന് ബാധ്യസ്ഥനാണ്. കാരണം മനഃപൂർവ്വം അവൻ അതിനെ പിന്തിപ്പിച്ചവനാണ്. അവന് സമയമുണ്ടായിരുന്നു എന്നിട്ടും അവൻ പിന്തിപ്പിച്ചവനാണ്. അപ്പോൾ അതിന് കാര്യഗൗരവമുണ്ട്. അപ്പം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. ആ സമയം നിങ്ങളുടെ എല്ലാ കാര്യവും അള്ളാഹുവിനോട് തുറന്ന് ചോദിക്കുക. അതുപോലെ രണ്ടാമതായി 5 വക്ത് നിസ്കാരം യാതൊരുവിധ ന്യൂനതയും കൂടാതെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കുക. അതുപോലെ 11 ഫാത്തിഹ സൂറത്ത് എല്ലാ ദിവസവും പാരായണം ചെയ്യുക. 11 പ്രാവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ബദരീങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഷേഖ് റിഫായി തങ്ങൾ, CM അബൂബക്കർ മടവൂർ, ഇങ്ങനെയുള്ള മഹാന്മാർക്കെല്ലാവർക്കും കൂടി നമ്മൾ ഒരു 11 ഫാത്തിഹ അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ നൽകുക. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് തന്നെ. ഇത് ഏത് സമയത്തും ഓതാം. എന്നാൽ ഏറ്റവും അഫ്ളലായ സമയം സുബ്ഹി നിസ്കാരത്തിന് ശേഷമാണ് ഓതാൻ നല്ലൊരു സമയം. അപ്പോൾ ഇത് 11 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ബദരീങ്ങളുടെ പേരിലും മറക്കാതെ ഓതുക. പിന്നെ വേറൊരു കാര്യം, സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ഇത് ഓതേണ്ടതില്ല. നിസ്കരിക്കാൻ അവർക്ക് കഴിയുകയില്ല ആ സമയത്ത്. അതുപോലെ തന്നെ ഈ ഫാത്തിഹയും അവർ ഓതേണ്ടതില്ല. അതുപോലെ തന്നെ 101 ഖുൽ ഹുവല്ലാഹു അഹദ് അവൻ ജീവിതത്തിൽ പാരായണം ചെയ്യണം. നല്ല ബർക്കത്ത് വേണമെങ്കിൽ ജീവിതത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ, സന്മനസ്സുണ്ടോ അറിയുന്നത് പോലെ ചെയ്യുക. അല്ലാഹു തആല തരും.
നിങ്ങൾ ബേജാറാവേണ്ടതില്ല. ഇതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന സാമ്പത്തികമായ, മാനസികമായ, ശാരീരികമായ അങ്ങനെ തുടങ്ങിയ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പരിഹാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക. 5 വക്ത് നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും, അതുപോലെ സന്തോഷങ്ങളുണ്ടാവും. യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാത്ത ജീവിതം നമുക്ക് ലഭിക്കും. ആനന്ദകരമായ ജീവിതം നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മുടെ പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും. എന്തും തരണം ചെയ്യാനുള്ള ഈമാനികപരമായ കരുത്ത് നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിത ശൈലികളിലും ഇബാദത്തുകളിലും കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യാനുള്ള ഒരു സന്മനസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ അറിവ് അവർക്കൊക്കെ പഠിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.